കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടിയുമായി പ്രിൻസിപ്പൽ. SFI പ്രവർത്തകരായ 4 പേരെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. കോളേജിലെ SFI ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിച്ചവർക്കെതിരെയാണ് നടപടി. ഇതിൻ്റെ വിവരങ്ങളുമായി ലതീഷാണ് ചേരുന്നത്. ലതീഷ്, CCTV ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. ഈ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ചും കൂടുതൽ വ്യക്തതകൾ വരുന്ന ഒരു മുറയ്ക്ക് കൂടിയാണ് ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെ പ്രതികാര നടപടി. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, കോളേജിലെ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ SFI ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 4 വിദ്യാർത്ഥികളെയാണ് പ്രിൻസിപ്പൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2ാം വർഷ BBA വിദ്യാർത്ഥി തേജു സുനിൽ, 3ാം വർഷ BBA വിദ്യാർത്ഥി തേജു ലക്ഷ്മി, 2ാം വർഷ BCom വിദ്യാർത്ഥി അമൽ രാജ്, അതേപോലെ തന്നെ സൈക്കോളജി വിദ്യാർത്ഥി അഭിഷേക് സന്തോഷ്. ഈ 4 വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി. ഈ 4 പേരെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. SFI ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തടയാൻ എത്തിയ പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഈ വിവരം അറിഞ്ഞെത്തിയ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിനെ പ്രിൻസിപ്പലും അതേപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്ന് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ മർദ്ദനത്തിൽ അഭിനവിന്റെ ചെവിക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു. പ്രിൻസിപ്പലിനും അതേപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടിയുമായി മാനേജ്മെന്റും അതേപോലെ തന്നെ പ്രിൻസിപ്പലും രംഗത്ത് വന്നിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ പ്രതികാര നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിച്ച SFI പ്രവർത്തകർക്കെതിരെയാണ്, അല്ലേ ലതീഷ്? തീർച്ചയായും SFI പ്രവർത്തകർക്കെതിരെയാണ്. ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം തടഞ്ഞതാണ് അവിടെ അത്തരത്തിലൊരു സംഘർഷത്തിനും മറ്റും ഉണ്ടാവാനുള്ള ഒരു കാരണം. 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം അറിഞ്ഞെത്തിയ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റിനെയാണ് ഈ പറയുന്ന കോളേജിന്റെ പ്രിൻസിപ്പലും ഒപ്പം സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്ന് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അത്തരമൊരു ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രിൻസിപ്പലും അതേപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ വിദ്യാർത്ഥികൾക്കെതിരെ രംഗത്ത് വരികയും അതൊരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്കിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. കോളേജ് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് കോളേജ് അടച്ചിട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രിൻസിപ്പലുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ലതീഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ പ്രതികാര നടപടിയാണ്. 4 ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിച്ചിരുന്ന 4 SFI പ്രവർത്തകരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരിക്കുകയാണ്. ഈ പ്രിൻസിപ്പലിൻ്റെ പ്രതികാര നടപടിയാണിതെന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് നൽകിയത്.